ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നത് ഒരു കപ്പക്ക കാണിച്ചില്ല വിലുമ നട്ടതാണ്. അപ്പോൾ അതിൽ രണ്ടെണ്ണമുള്ള ചെറുതാണ്. ഒന്ന് പിന്നെയും കുറച്ചൊരു മാറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു താഴിൽ ഒരു പെഴുത്ത പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് പറിക്കാൻ പോകാം. വരിക ഗൈസ്. അപ്പം വരൂ, നമുക്ക് എത്തിയിട്ടുണ്ട്. സ്ഥലം കുറച്ചുണ്ട്. ഇവിടെയാണ് നമ്മൾ നേരത്തെ സ്റ്റൂളെല്ലാം പറ്റിയിരുന്നത്. മക്കളും വീട് വിൽക്കാം. ഇങ്ങനെ പിടിക്കാം. പുറത്ത് കാല് വെക്കാൻ തോന്നും. അപ്പൊ നമ്മ കയറിയിട്ടുണ്ട്. ഇതാ പറിക്കാം. ഇരിക്കാ. നല്ല സ്റ്റൂളങ്ങ് വെച്ചിട്ട് വരാം. അപ്പം ഈ കപ്പക്ക് നല്ലോണം പൊതിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലോണം അമരുന്നുണ്ട്. അപ്പൊക്ക് ഇത് ഇങ്ങനെ മുറിച്ച് വെക്കാൻ തോന്നുന്നേ. അപ്പോൾ നമുക്ക് മുറിക്കാം. പൊതിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുറിഞ്ഞ് ഭയങ്കര പൊതിച്ചിട്ട് പോയി രണ്ടോ പൊതിന് ഈ ഭാഗം ഇങ്ങനെ മുറിച്ചറിയാം. പറയാനാണ് മുറിക്കല്ലേ. അപ്പോൾ നമ്മൾ മുറിക്കുന്നുണ്ട്. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കപ്പ. പാപ്പാക്ക് നമുക്ക് കൊടുക്കാം. വരും. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ഞാനൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തിന്ന് നോക്കാം. ടേസ്റ്റ് ഉള്ളതാണ്. സൂപ്പറാണ്. നല്ല മധുരമുണ്ട്. നല്ലോണം പൊതിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ കപ്പക്കയിൽ തിന്ന് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അപ്പോൾ അതേപോലെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ചക്കക്കുരുവാണ്. ചക്കക്കുരു എന്ന് വെച്ചാൽ അപ്പുറത്ത് നമ്മൾ കൊണ്ടുവന്നത്. നമുക്ക് ചക്കക്കുരു എന്ന് വെച്ചാൽ അപ്പോൾ എവിടുന്ന് കിട്ടിയതെന്ന് വെച്ചാൽ അപ്പുറത്തെ സെറീൻസാന്ന് പറഞ്ഞവരുണ്ട്. അവരുടെ അടുത്ത് നിന്ന് പൊതിച്ച ചക്ക കിട്ടിയിരുന്നു. അതിൻ്റെ നിന്ന് 2-3 കുരു എടുത്ത് വെച്ചാൽ അപ്പോൾ നമുക്ക് നടാം. വരൂ. അങ്ങോട്ടാണ്. എല്ലാ ചെടിയെല്ലാം പൊരിഞ്ഞു വരുന്നുണ്ട്. വളെല്ലാം ഉണ്ടെന്ന് എന്തോ ചെടിയാട്ടാന്ന് തോന്നുന്നുള്ളൂ. അറിയില്ല. ഓക്കെ, നമ്മളിവിടെ അണിത്തോടാം. അടുത്തതിടാം. എന്നും ഒരു 4 ഇത് കുറേ പ്ലാവ് പോകുമെന്ന് തോന്നുന്നു. നമുക്ക് കുറെ പ്ലാവുണ്ട്. എന്നാലും ചക്ക പെത്തിട്ട് ഇതുവരെ തിന്നിട്ടില്ല. പിന്നെ ഈ കാണുന്നൊരു പ്ലാവ് തന്നെ.
പ്ലാവിനെയാണ്. പക്ഷെ അതിൻ്റെ മേലെയാണ് ചക്കയുള്ള, അതുകൊണ്ട് അത്രക്കും ദൂരം ഇഷ്ടമില്ലല്ലോ. നമ്മൾ ഇവിടെ കുഴിക്കാം, നല്ല കട്ട ഇപ്പൊ തന്നെ വളർന്നു. അപ്പോൾ കഷ്ടം നമ്മള് അവിടെ വെക്കുന്നത് ഫുൾ ഇതാണ്. അതുകൊണ്ട് ഇങ്ങനെ കുഴിക്കാം. അതിൻ്റെ ത്യാത്യാണ് ഇന്ന് നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു. എന്നെപ്പോലത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു മരം ഒരു ചെടിയായിട്ട് നടാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ നട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾ എന്നെപ്പോലത്തെ എല്ലാ കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെ നടാൻ നല്ലോണം ശ്രമിക്കാം. ഇനി ഇത് മുളച്ച് വന്നാൽ ഞാൻ കാണിച്ചു തരാം, നമുക്ക് എല്ലാവർക്കും നോക്കാം മുളച്ച് വരുമോന്ന്. പിന്നെ ചെറുങ്ങനെ അത് മുളച്ച പോലെ ഉണ്ടായിന്, പക്ഷേ അത് ഉറപ്പുണ്ടാവും മുളച്ചിട്ട് പ്ലാവ് ആവുമെന്നുള്ളൂ. ചെടി ആയാലും ഇത് മാറ്റി നടാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇത് ചെടി ആയെങ്കിൽ ഇത് പറിച്ചിട്ട് വേറെ ഏതെങ്കിലും ബൾപ്പിക്കൊണ്ട് പോയി നട്ടാൽ ബൾപ്പിന്ന് നല്ല ഇതേപോലെ ഒരു പ്ലാവാവും. കാരണം ഞാൻ കാണിച്ചെന്നില്ലേ, എൻ്റെ വെള്ളക്കൊരു പ്ലാവ് ഉണ്ടായിരുന്നു മേലെ. അത് പഴഞ്ചക്കയാണ്, എനിക്ക് വരിക്കച്ചക്ക വേണ്ട. അതുകൊണ്ട് ഈ വരിക്കച്ചക്കൻ്റെ കുരു എടുത്തിട്ട് ബൾപ്പിലാറ്റം കൊണ്ട് നടണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നടാൻ നോക്കുന്നുണ്ട്. ഞാനിത് ചെടിയായെങ്കിൽ ബൾപ്പിക്കൊണ്ട് പോയി നട്ടു. അതെല്ലാം നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണിച്ചു തരാം, മുളച്ച് വന്ന വീഡിയോ കാണിക്കുമ്പോൾ. അപ്പോൾ അസ്സലാമു അലൈക്കും. ഇനി പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. പിന്നൊരു കാര്യം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യണം. ബൈ ബൈ.